ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനേ ഒരു സങ്കടം എനിക്ക് തോന്നിയൊരു സങ്കടം പറഞ്ഞതാണ്. ഞാൻ ഈ വയനാട് ദുരന്തം സംഭവിച്ച സമയത്ത് ഞാൻ നോർമലി റീൽസ് ഇടുന്ന പോലെ ഞാൻ റീൽസ് ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒന്ന് രണ്ട് കമൻറ്റ്സ് വന്നു. എന്താ പറയുക, നീ മരിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും, നിന്റെ മരണത്തിൻ്റെ അന്ന് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആനന്ദ നൃത്തമാടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗുകൾസൊക്കെ വന്നിരുന്നു. എന്താ പറയുക, ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തു ആ സമയത്ത്. ഇതേ സമയത്ത് വേറെയും ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓണാഘോഷ പരിപാടികളൊന്നും കേരളത്തിലില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ സിനിമാ നടന്മാരുടെ സോഷ്യൽ എന്താണ് മഴവിൽമാൻ്റെ അവാർഡോ അങ്ങനെ എന്തൊരു സംഭവം നടക്കുന്നുണ്ട്. അതിന് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാശുള്ളവർക്ക് എല്ലാവർക്കും അവരുടെ ആഘോഷങ്ങൾക്കൊന്നും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. കാശില്ലാത്തവരൊക്കെ ആഘോഷങ്ങൾ പാടില്ല, അല്ലെങ്കിൽ അവരവരുടെ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ അത് ചെയ്യാൻ പാടില്ല. അതെവിടുത്തെ ന്യായമാണ്, അത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂർ പുലിക്കളിക്ക് വേണ്ടിയിട്ട് എത്രയോ പേര് ഒരു വർഷത്തോളം കഷ്ടപ്പെട്ട് ഇരുന്നിരുന്നതാണ്. അതൊരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി. അപ്പോൾ അത്രയും പാവപ്പെട്ട ജനങ്ങളുടെ വയറ്റത്തടിച്ചിട്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തത്. അന്ന് സിനിമാ നടന്മാരുടെ ഇത്രയും വലിയ പരിപാടി ക്യാൻസൽ ചെയ്യുന്നില്ല, കാരണം അവർക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കേണ്ടതാണ്. അപ്പം അതാണ് വ്യത്യാസം. അവർ ചെയ്താൽ ഓഹോ, നമ്മൾ ചെയ്ത ആഹാ അത്ര തന്നെ. നമ്മളെ ചീത്ത